യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-2 വചനങ്ങൾ. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം ആദ്യത്തെ 2 വചനങ്ങൾ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞ് അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ട് മുന്തിരിങ്ങ അത്രേ. മുന്തിരിങ്ങ കായ്ക്കും എന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ട് മുന്തിരിങ്ങ അത്രേ. പ്രജിൻ ജോസ് വെള്ളറട കിളിയൂർ സ്വദേശിയാണ്. ഒരു പെന്തക്കോസ്ത് സഭയുടെ ആത്മീയ അനുഭവങ്ങളിലൊക്കെ വളരെ താല്പര്യത്തോടെ പങ്കെടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ. പള്ളിയിൽ വളരെ സജീവമാണ്. നന്നായി പാടും, നന്നായി പ്രസംഗിക്കും. അമ്മയുടെ വാക്കുകൾ പ്രകാരം അവന് ചോദിക്കും പോലെ പൈസ നൽകിയിരുന്നു, സ്നേഹം നൽകിയിരുന്നു, കരുതൽ നൽകിയിരുന്നു, ഇഷ്ടമുള്ള പഠനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിങ്ങും MBBS ഒക്കെ ഈ ചെറുപ്പക്കാരൻ ഏർപ്പെട്ടു. 7-8 മാസങ്ങൾക്ക് മുൻപ് ചില മാറ്റങ്ങൾ ഈ ചെറുപ്പക്കാരനുണ്ടായി. പള്ളിയിൽ നിന്ന് പതിയെ പിൻവാങ്ങുന്നു. ആരാധനയോട് അധികം താല്പര്യം കാണിക്കുന്നില്ല. ചില ദുരൂഹതകൾ. വസിക്കുന്ന 2-ാം നിലയിൽ ആ മുറിയിൽ മാതാപിതാക്കൾക്ക് പ്രവേശനമില്ല. 2 ആഴ്ച മുൻപ് പ്രജിൻ ജോസ് സ്വന്തം പിതാവിനെ അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തി പോലീസിൽ കീഴടങ്ങി. ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, ആഭിചാരം, സാത്താനിക് സ്വാധീനം എന്നൊക്കെ പറഞ്ഞ് പതിവ് പോലെ നമ്മളും തടി തപ്പും. എന്നാൽ വെള്ളറടയിലെ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു വസ്തുതയുണ്ട്. നമ്മുടെ ആത്മീയ പരിസരം നമ്മുടെ തലമുറയ്ക്ക് രക്ഷയായി ഭവിക്കുന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതം, നാം ആരാധിക്കുന്ന പള്ളിയും നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരാധനയും ഒന്നും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്കും വെളിച്ചത്തിനും കാരണമായി ഭവിക്കുന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതം ഒരു സ്വയം വിമർശനത്തിന്, സ്വയം വിലയിരുത്തലിന് വിധേയപ്പെടണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അനുഗ്രഹീതമായ അധ്യായമാണ് യെശയ്യാ പ്രവചനം 5-ാം അധ്യായം. ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പല വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു ഉപമയാണ്. ഈ ഉപമയെ സൂക്ഷ്മമായി നാം വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് വാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യെശയ്യാവ് രേഖപ്പെടുത്തിയ ഈ ഉപമ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സാഹിത്യ ശകലമാണ്. ഈ ഉപമയിൽ ന്യായവിധിയുടെ ധ്വനിയുണ്ട്. പ്രവചന സ്വരം ജനങ്ങളുടെ കാതുകളിൽ മുഴങ്ങാൻ ഒരു നൂതന മാർഗം ഈ ഉപമയിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ശക്തമായ മറുതലിപ്പിൻ്റെ ചിത്രം ഈ ഉപമ കാട്ടുകയാണ്. മുന്തിരിക്കൊയ്ത്ത് കാലത്ത് പാടുന്ന ഒരു മാതൃകാ പാട്ടാണ് ഈ പാട്ട്. പ്രിയതമനായ ദൈവത്തിൻ്റെ, പ്രണയാതുരനായ ദൈവത്തിൻ്റെ. ഒരാഴ്ചയ്ക്ക് മുമ്പ് വാലന്റൈൻസ് ഡേ ആയിരുന്നു. പ്രണയം, ദൈവത്തിൻ്റെ പ്രണയം, ദൈവത്തിന് തൻ്റെ ജനതയോടുള്ള പ്രണയം, ഇസ്രായേൽ മക്കളോടുള്ള പ്രണയം വിളിച്ചോതുന്ന ഒരു പ്രേമ ഗീതമാണ് ഈ ഉപമ. ഈ ഉപമയുടെ സാരാംശം നമുക്കെല്ലാവർക്കും അറിയാം. ഉടമസ്ഥൻ മനോഹരമായൊരു സ്ഥലത്ത് തോട്ടമുണ്ടാക്കി. ഫലവത്തായ കുന്നിൽ എന്നാണ് വചനം. എ വെരി ഫെർട്ടൈൽ ഹിൽ. ആവശ്യമായ എല്ലാ പരിചരണങ്ങളും നൽകി, വേലി കെട്ടി, കല്ല് പെറുക്കിക്കളഞ്ഞ് നല്ല വക മുന്തിരിവള്ളി നട്ടു. പ്ലാന്റഡ് ഇറ്റ് വിത്ത് ചോയ്സ് വൈൻസ്. ബെസ്റ്റ് ക്വാളിറ്റി മുന്തിരി വള്ളി, ഒന്നാം തരം മുന്തിയ ഇനം മുന്തിരി നട്ടു. ഉടയവൻ തൻ്റെ പ്രണയം വർണ്ണിക്കുകയാണ്. ഉടയവൻ ചുവന്ന മുന്തിരിയും നല്ല വീഞ്ഞും പ്രതീക്ഷിച്ച് ഒരു കർഷകനെ പോലെ കാത്തിരുന്നു. എന്നാൽ വിളവെടുപ്പ് വളരെ നിരാശാജനകമായിരുന്നു. ഫലം വന്നത് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ്. ഫലം കിട്ടിയപ്പോൾ അത് കാട്ടുമുന്തിരി, വൈൽഡ് ഗ്രേപ്സ്, പുളിച്ച മുന്തിരിങ്ങ, അൺഎഡിബിൾ ഗ്രേപ്സ്, തിന്നാൻ കൊള്ളാത്തത്, ഫലകരമല്ലാത്തത്, വിഷമയമായത്, ഉപയോഗശൂന്യമായ മുന്തിരിയാണ് ഫലമായി വന്നത്. തുടർന്ന് നാം വായിക്കുമ്പോൾ ഈ പ്രയോജനശൂന്യമായ ഫലരഹിതമായ തോട്ടത്തോടുള്ള പ്രതികരണം ഉടമസ്ഥൻ പങ്കിടുകയാണ്. ആ പ്രതികരണം കേൾക്കാൻ ജനത്തെ ക്ഷണിക്കുകയാണ്. പ്രവാചകന്റെ ശബ്ദം ജനതയുടെ നേർക്ക് തിരിയുകയും അവരുടെ കുറവുകൾ നിരത്തുകയും ചെയ്യുകയാണ് യെശയ്യാവ് തൻ്റെ 5-ാം അധ്യായത്തിൽ. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ പല കാലങ്ങളിൽ പല കാരണങ്ങളാൽ വന്നു ചേർന്ന മാലിന്യം
അപജയം, അഴിമതി, അന്യായം, അനീതി, ഇത്തരം കുറവുകളിലേക്ക് ഈ യെശയ്യാവ് തൻ്റെ 5-ാം അധ്യായത്തിൽ വെളിച്ചം വീശുകയാണ്. സൃഷ്ടിയെ കളങ്കപ്പെടുത്തുന്ന കുറവുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ നിശ്ചയമായി ഈ അധ്യായം ശ്രദ്ധയോടെ പഠിച്ചാൽ നമുക്ക് സഹായകരമാകും എന്നതിന് സംശയമില്ല. എവിടെയാണ് നമുക്ക് പാളിപ്പോയത്? എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഫലശൂന്യത ഇത്രയും അനുഗ്രഹീതമായി പരിപാലിക്കപ്പെട്ടിട്ടും ഇത്രയും സൂക്ഷ്മതയോടെ കരുതിയിട്ടും എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച ഫലം ഇല്ലാതെ പോയത്? ഇത്തരം ചോദ്യങ്ങളിലൂടെയാണ് ഇന്നത്തെ വചനവിചാരം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ചികയുക മാത്രമല്ല, ഉത്തരങ്ങൾ നമ്മെ നല്ല ബോധ്യങ്ങളിലേക്ക്, ഉത്തമ ബോധ്യങ്ങളിലേക്ക് നയിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം ഉണരാനുള്ളൊരു ഉൾവിളിയാണ് ഓരോ ഉത്തരങ്ങളും. തിരുത്താനുള്ള തിരിച്ചറിവുകളാണ് ഇന്ന് പങ്കിടുന്ന ഓരോ ഉത്തരങ്ങളും. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ചക്ക് എന്നൊരു ചെറിയ വാക്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. യെശയ്യാ പ്രവചനം 5:2 അതിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നടുവിൽ ഒരു ഗോപുരം പണിത് ഒരു ചക്കും നട്ടു. മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു ഗോപുരവും ഒരു ചക്കും. എന്താണ് ചക്ക്? മരം കൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെ നിർമ്മിച്ച ഒരു കുഴിയിൽ ഭാരമുള്ള കുഴ. ആ കുഴ അമർത്തി തിരിച്ചാണ് എണ്ണയോ വീഞ്ഞോ ഒക്കെ എടുക്കുക. കുഴ തിരിക്കാനായി കെട്ടിയ വലിയ തണ്ടിൽ കാളയെയോ മനുഷ്യരെയോ ഒക്കെ കൂട്ടിക്കെട്ടി നടത്തിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. യന്ത്രവൽക്കരണം, മെഷീൻസിൻ്റെ ആവിർഭാവത്തോടു കൂടി വാസ്തവത്തിൽ ഈ ചക്ക് പോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വിസ്മൃതിയിലായി. ക്രമേണ അത് അന്യം നിന്ന് പോയി. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ചക്ക് ഉണ്ട്. പാലസ്തീൻ നാടിൻ്റെ പല പ്രദേശങ്ങളിലും ചക്ക് ഒരു നിരന്തര കാഴ്ചയായിരുന്നു. സാധാരണ 4 ഭാഗങ്ങളുണ്ട് ഈ ചക്കിന്. 2 തണ്ണീർ തൊട്ടികൾ, അതിലൊന്നിൻ്റെ പേര് സമ്മർദ്ദ തൊട്ടി എന്നാണ്, വൈൻ പ്രസ്, മേൽത്തൊട്ടി, പരന്നത് വിശാലമായത്. മറ്റൊന്ന് മുന്തിരി നീർ തൊട്ടി, വൈൻ വാറ്റ്, കീഴ്ത്തൊട്ടി എന്ന് പറയും. 3ാമത് ഒരു നീർച്ചാൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. 4 മരം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ഉപകരണം, ഒരു കുഴ. ഇങ്ങനെയാണ് 4 ഭാഗങ്ങളിലായിട്ടാണ് ഈ ചക്കിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. മുഴുവൻ ചാറുമുറ്റിയ ചണ്ടി വെളിയിൽ കളയും. കീഴ്ത്തൊട്ടിയിൽ ശേഖരിച്ച മുന്തിരി സത്ത് 4 മുതൽ 7 ദിവസങ്ങൾ കൊണ്ട് പുളിക്കും. അതിൻ്റെ പേരാണ് പുതുവീഞ്ഞ്. ഈ പുതുവീഞ്ഞ് ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് പാടില്ല. ദേവാലയത്തിൽ സമർപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് 40 ദിവസങ്ങളിലെങ്കിലും ഈ വീഞ്ഞ് സൂക്ഷിച്ചിരിക്കണം. ചക്കിൻ്റെ ചരിത്രം പറയുന്ന ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ ചില വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 18-ാം അധ്യായം 27-30 വചനങ്ങൾ: നിങ്ങളുടെ ദശാംശം കളത്തിലെ ധാന്യം പോലെയും മുന്തിരിച്ചക്കിലെ നിറവ് പോലെയും നിങ്ങളുടെ പേർക്ക് എണ്ണം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം: മുന്തിരിച്ചക്കിൽ നിന്നും ഔദാര്യമായി ദാനം ചെയ്യണം. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം: കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ നീ 7 ദിവസം കൂടാര പെരുന്നാൾ ആചരിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം: ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വച്ച് മെതിക്കുകയായിരുന്നു. നെഹമ്യാ പ്രവചനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം: ആ കാലത്ത് യഹൂദായിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും. സദൃശവാക്യം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം: അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. യോവേൽ പ്രവചനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം: അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് നിറയും. പുതിയ നിയമത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ മത്തായി സുവിശേഷം 21-ാം അധ്യായം 33, മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഈ 2 സ്ഥലങ്ങളിലും യേശു പറഞ്ഞ ഒരു ഉപമ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ചുറ്റും വേലുകെട്ടി, ചക്കും കുഴിച്ചു നാട്ടി, ഗോപുരവും പണിതു. അവസാനമായി വെളിപാട് പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ: ദൈവകോപത്തിൻ്റെ വലിയ ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിയോടന്തം ഈ ചക്ക് ഒരു സാന്നിധ്യമാണ്. വ്യക്തമായ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഈ ചക്കുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക വാക്കുകൾ, ചില പഴഞ്ചൊല്ലുകൾ നമ്മുടെ പഠനത്തിന് വിധേയപ്പെടുത്തിയാൽ നല്ലത് എന്ന് ചിന്തിക്കുകയാണ്. ചക്കിനെക്കുറിച്ച് പല പഴഞ്ചൊല്ലുകളുണ്ട്. 2 കാര്യങ്ങൾ വളരെ ചുരുക്കമായി പങ്കിട്ട് ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാം. 1, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളരുത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളരുത് എന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിനായി ചെയ്തു വെച്ചത് തിരിച്ചടിയാകുന്ന ഗതികേടിനെയാണ് ഈ പഴഞ്ചൊല്ലി കൊണ്ട് പഴമക്കാർ അർത്ഥമാക്കുന്നത്. ഈ പഴഞ്ചൊല്ലിന് മറ്റൊരർത്ഥവുമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് നിയോഗം നൽകിയിട്ട്
ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. അങ്ങനെയും ഒരർത്ഥമുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടായി, ലക്ഷ്യം പിഴയ്ക്കുക എന്നർത്ഥം. ഷൂട്ടിംഗ് അറ്റ് എ റോങ് ടാർഗറ്റ്, ഉദ്ദേശിച്ചത് നടക്കാതെയും ഉദ്ദേശിക്കാത്തത് നടക്കുകയും ചെയ്യുന്ന ഒരു കെട്ട കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടി മലിനമാകുന്നത് മനുഷ്യൻ തൻ്റെ ജീവിത ഉദ്ദേശത്തിൽ നിന്ന്, ദൈവം നൽകിയിരിക്കുന്ന നിയോഗത്തിൽ നിന്ന് പരാജയപ്പെടുമ്പോഴാണ്. ഒരു മുന്തിരിത്തോട്ടം മികച്ച രീതിയിൽ സുരക്ഷിതമായി ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ നിർമ്മിച്ച് ഗോപുരം പണിത് ഒരു ചക്കും സ്ഥാപിച്ചു. തോട്ടം ഉണ്ടാക്കിയപ്പോൾ തന്നെ സ്ഥാപിച്ച ചക്ക്, തോട്ടം രൂപപ്പെടുത്തിയപ്പോൾ തന്നെ നിർമ്മിച്ച ചക്ക് ഒരു പ്രതീക്ഷ മാത്രമല്ല, ഫലം ലഭിക്കും എന്ന ഉടയവൻ്റെ ഉറപ്പാണ്. ദൈവസൃഷ്ടിയുടെ ഉദ്ദേശം ഫലപ്രദമാകാതെ പോകുന്നുവെങ്കിൽ അതിന് നിർണായകമായ പങ്ക് ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തിനുണ്ട്. മനുഷ്യർ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുന്നില്ലെങ്കിൽ കാട്ടുമുന്തിരികൾ വിളയുന്നതിന് ഇടയാകും. മനുഷ്യൻ്റെ ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് പരാജയപ്പെട്ടാൽ മലിനമാകുന്നത് മനുഷ്യൻ മാത്രമല്ല, ഈ സൃഷ്ടി മുഴുവനുമാണ്. ഉടയവന് ഉദ്ദേശിച്ച ഫലം ലഭിച്ചതുമില്ല, മറിച്ച് വിപരീത ഫലമാണ് ഉണ്ടായത്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം നാം ഇന്ന് ശ്രദ്ധിച്ചു. ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. ഏതാണ്ട് 12 തരത്തിലുള്ള പാപങ്ങളാണ് യെശയ്യാവ് തൻ്റെ 5-ാം അധ്യായത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 12 കാര്യങ്ങൾ. 1 അഹങ്കാരം, 2 അത്യാഗ്രഹം, 3 ലഹരി വിരുന്നുകൾ, 4 ജഡിക സുഖം, 5 അലസത, 6 കഠിന ഹൃദയം, 7 പരിഹാസം, 8 വഞ്ചന, 9 വൈകൃതങ്ങൾ, 10 അനീതി, 11 അഴിമതി, 12 അക്രമങ്ങൾ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിറവേറ്റുന്നതിൽ നമ്മൾ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോകുന്നു, തിന്മകൾ ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനും ഒന്നടങ്കം കളങ്കപ്പെടുന്നത് എന്നതാണ് അടിസ്ഥാന പാഠം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഉപമ ഇന്നും നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി മനുഷ്യരെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിട്ട് ദൈവം തൻ്റെ നിർദ്ദേശങ്ങൾ വചനങ്ങളിലൂടെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിച്ചിട്ടും ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടതുപോലുള്ള അനുഭവങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കഴിയുമോ? ഉമ്മൻ കെ ജേക്കബ് മർത്തോമ സഭയിലെ അനുഗ്രഹീതനായ അച്ഛൻ ഒരു കവിത പോലെ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ തുമ്പങ്ങളല്ല, നിൻ്റെ ഇൻപങ്ങൾ എന്നിൽ നിറവേറട്ടെ. ദൈവമേ, എൻ്റെ അന്നമല്ല, നിൻ്റെ ഉന്നം എന്നിൽ നിറവേറട്ടെ. ദൈവമേ, എൻ്റെ വഴികളല്ല, നിൻ്റെ മൊഴികൾ എന്നിൽ നിറവേറട്ടെ. ദൈവ വഴികളിൽ കാഴ്ച മങ്ങുമ്പോൾ കണ്ണിലെഴുതേണ്ട ലേപനം, കണ്ണിലെഴുതേണ്ട അഞ്ജനം നമുക്ക് അനിവാര്യമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നടക്കാൻ നമുക്ക് ആത്മബലം ആർജിക്കാൻ കഴിയണം. സ്വാർത്ഥതയുടെ തന്നിഷ്ടത്തിൻ്റെ മുൾപ്പടർപ്പ് എരിയിച്ച് കളയുവാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള തീപ്പൊരി നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. അമേരിക്കയിലെ കാലിഫോർണിയയിൽ കാട്ടുതീ നാട്ടുതീയായി ആളി പടർന്നപ്പോൾ ഫയർ ഫൈറ്റേഴ്സ് ജീവൻ അപായപ്പെടുത്തിയും തീ അണയ്ക്കാൻ വിശ്രമമില്ലാതെ അധ്വാനിച്ചു. എന്നാൽ അതിനിടയിൽ നമ്മയൊക്കെ അമ്പരിപ്പിച്ച ഒരു ദൃശ്യമുണ്ട്. ചില അഗ്നിശമന സേനാംഗങ്ങൾ തീ ഇല്ലാത്തിടത്തും കൂടി തീയിടുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, കാറ്റിനൊപ്പം പടരുന്ന കാട്ടുതീയുടെ ശക്തിയും വ്യാപ്തിയും കുറയ്ക്കുന്നതിന്, ഈ ആളി കത്തുന്ന തീയുടെ അനുഭവത്തെ കുറയ്ക്കുന്നതിനാണ് അവർ തീ ഇല്ലാത്തിടത്തും തീയിടുന്നത് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അഗ്നി പടരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കാട്ടുതീ കത്തിപ്പിടിക്കുന്നതിന് മുൻപേ തീയിട്ട് നശിപ്പിച്ചാൽ അവിടേക്ക് അഗ്നി പടരുകയില്ല. പടർന്നു കത്തുന്ന അഗ്നി അടുത്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാതെ അവിടെ വെച്ച് തന്നെ കെട്ടടങ്ങുകയും ചെയ്യും. ഫയർ ഫൈറ്റേഴ്സിനെ പോലെ നമ്മളും തീയില്ലാത്തിടത്തും തീയിടണം. ഭൂമിയിൽ തീയിടാനാണ് യേശു വന്നത് എന്ന് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ധകാര ശക്തികൾ ആളി കത്തിക്കുന്ന പാപത്തിൻ്റെ തീ പടർന്ന് പിടിക്കും മുൻപേ നമ്മൾ തീയിടണം. സമ്പത്തിനോടും അധികാരത്തോടും സ്വാർത്ഥ സുഖങ്ങളോടും കൂടെയുള്ള ആർത്തിയുടെ തീ പടർന്ന് പിടിക്കും മുമ്പേ നമ്മൾ തീയിടണം. കുടുംബത്തിലും ക്യാമ്പസുകളിലും പടർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ തീ പടർന്ന് പിടിക്കും മുമ്പേ നമ്മൾ തീയിടണം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 18-ാമത്തെ വചനം: ദുഷ്ടത തീ പോലെ ജ്വലിച്ച് പറക്കാരെയും മുള്ളും ദഹിപ്പിച്ച് വനത്തിലെ പള്ളക്കാടുകളെ കത്തിച്ച് പുകത്തൂണുകളായി ഉരുണ്ട് പൊങ്ങും. R.S. വിജയരാജ് മനോഹരമായൊരു പാട്ടുണ്ട്. R.S. വിജയരാജ് അദ്ദേഹം എഴുതിയ പാട്ട് ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയം, എൻ്റെ ചിന്തകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ കരങ്ങൾ, പാതകൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ ബന്ധങ്ങൾ എല്ലാം വെണ്മയായി തീരട്ടെ. കർത്താവേ, നിൻ്റെ അഗ്നി എന്നിൽ കത്തട്ടെ. ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിൽ നിന്ന്
എൻ്റെ വഴി മാറിപ്പോകുന്ന, എൻ്റെ കണ്ണ്, എൻ്റെ നോട്ടം മാറിപ്പോകുന്ന അശുദ്ധികളൊക്കെ ചാരമാകട്ടെ. ദൈവമേ, അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ചക്കിന് വച്ചത് കൊക്കിന് കൊള്ളാൻ ഇടയാകരുതേ. എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം ദൈവമേ നിറവേറ്റണമേ. 2, നമ്മൾ പത്രങ്ങളിലും ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ഒരു പദമാണ്, ഈ ചക്കുമായി ബന്ധപ്പെട്ടൊരു പദമാണ് ചക്കളത്തി പോരാട്ടം. ചക്കളത്തി പോരാട്ടങ്ങൾ അവസാനിക്കണം. കാട്ടുമുന്തിരിങ്ങയല്ല ഫലമായി വരേണ്ടത്. നല്ല മുന്തിരിയുടെ ഫലവത്തായ, രുചികരമായ, നിറവും മണവും ഗുണവുമുള്ള നല്ല മുന്തിരിങ്ങ ഉണ്ടാകണമെങ്കിൽ ചില ചക്കളത്തി പോരാട്ടങ്ങൾ അവസാനിക്കണം. മലയാളം ഡിക്ഷണറിയിൽ, ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദ താരാവലിയിൽ ഈ ചക്കളത്തി പോരാട്ടത്തിന് 2 അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന്, അകാരണവും അവസാനിക്കാത്തതുമായ കലഹം എന്നാണ് അർത്ഥം ചക്കളത്തി പോരാട്ടം. രണ്ടാമത് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഈ ചക്ക ആട്ടുന്ന ആളിൻ്റെ പേരാണ് ചക്കാലൻ. അപ്പോൾ ഈ ചക്കാലൻ്റെ ഭാര്യയുടെ പേര് ചക്കാലത്തി അല്ലെങ്കിൽ ചക്കാളത്തി. ചക്കാലനും തൻ്റെ ഭാര്യ ചക്കാലത്തിയുമായി ചക്കുകളത്തിൽ വച്ച് നടത്തുന്ന പോര്, എണ്ണയും വീഞ്ഞും അപഹരിക്കാനുള്ള തന്ത്രം, ഇതാണ് മറ്റൊരു അർത്ഥം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളവും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തങ്ങൾ മാത്രം മതി, മറ്റാർക്കും ഇവിടെ കാര്യമില്ല എന്ന മനോഭാവം പുലർത്തുന്നവർക്ക് അയ്യോ കഷ്ടം. യെശയ്യാവ് 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം, ഒടുവിൽ ആരും കാണില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചക്കളത്തി പോരാട്ടവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വാക്ക് വന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ, എന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ, ചക്കളത്തി പോരാട്ടത്തിന് വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ മാത്രമേ ഈ ചക്ക് കാണുകയുള്ളൂ. എല്ലാ വീടുകളിലും ചക്ക് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും മുന്തിരിയിൽ നിന്ന് വീഞ്ഞോ കൊപ്രയിൽ നിന്ന് എണ്ണയോ ലഭിക്കണമെങ്കിൽ അവർ ഈ ചക്കുള്ള വീടുകളിലേക്ക് വരും. ആരെങ്കിലും ചക്കിൽ എണ്ണയാട്ടാൻ വന്നാൽ ചക്കളത്തി, അതായത് ചക്കാലിൻ്റെ ഭാര്യ, വീട്ടിൻ്റെ അകത്തിരുന്ന് സ്വന്തം കുട്ടിയെ ഒന്ന് നുള്ളും. കുട്ടി വേദനിച്ച് കരയുന്നതോടുകൂടി ഈ ചക്കളത്തിയും ഒപ്പം ബഹളം വയ്ക്കും. അങ്ങനെ ആകെ ബഹളാവും. ഈ വീട്ടിനകത്തെ പോരെ തീർപ്പാക്കാൻ വേണ്ടി ചക്കാലൻ ചോദിക്കും, എന്താ അവിടെ ഒരു ബഹളം, എന്താണ് വീട്ടിനകത്തൊരു ബഹളം എന്ന് ചോദിച്ച് ഈ ചക്കാലൻ പതിയെ വീട്ടിനകത്തേക്ക് കയറും. പക്ഷേ പോകുമ്പോൾ, വീട്ടിനകത്തേക്ക് കയറുമ്പോൾ കയ്യിൽ ഒരു സാധനം കൂടി കരുതിയിട്ടുണ്ടാകും. എന്താണത്? ഈ ചക്കിലെ വീഞ്ഞാട്ടുന്ന, എണ്ണയാട്ടുന്ന കല്ല് തുടയ്ക്കുന്ന തോർത്ത്. അതും കൂടെ കയ്യിൽ എന്തിയാണ് ഈ ചക്കാലൻ വീട്ടിനകത്തേക്ക് കയറുന്നത്. പക്ഷേ ആ തോർത്തിനകത്ത് ഈ ചക്ക് കല്ല് തുടയ്ക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് എണ്ണയും വീഞ്ഞുമൊക്കെ ഈ തോർത്തിൽ പറ്റിയിരിക്കും. വീട്ടിനകത്തേക്ക് ചെന്നാൽ ഈ ചക്കാലൻ ആ തോർത്ത് ബലമായി പിഴിഞ്ഞ് ആ വീഞ്ഞും എണ്ണയും വീട്ടിനകത്തെ കുപ്പിയിൽ ഇങ്ങനെ പകർന്നു വയ്ക്കും. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ചക്ക ആട്ടിക്കഴിയുമ്പോൾ ചക്കാലൻ്റെ വീട്ടിലെ എണ്ണപാത്രവും ഏതാണ്ട് നിറഞ്ഞിരിക്കും. ഈ ചക്ക ആട്ടാൻ വന്ന ആ കസ്റ്റമർ അറിയുന്നില്ല അയാളുടെ എണ്ണ ഇങ്ങനെ അടിച്ചു മാറ്റുന്നതും. ഇതൊന്നും അറിയാതെ അദ്ദേഹം കിട്ടിയ എണ്ണയുമായി, കിട്ടിയ വീഞ്ഞുമായി കടന്നു പോകും. വാസ്തവത്തിൽ ഈ ചക്കാലനും ചക്കാലത്തിയും, ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നുക അവർ തമ്മിൽ എന്തോ വലിയ വഴക്കാണെന്നാണ്. രാഷ്ട്രീയത്തിലും സഭകളിലും മതങ്ങളിലും ഇന്ന് കാണുന്ന ഒരു പ്രതിഭാസമാണ് ചക്കളത്തി പോരാട്ടങ്ങൾ. 2 വ്യക്തികളോ 2 പ്രസ്ഥാനങ്ങളോ തമ്മിൽ സാധാരണ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി, അവരെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ പറ്റിക്കാനോ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനോ ചെയ്യുന്നതിന് വേണ്ടി അവർ തമ്മിൽ വലിയ പ്രശ്നമാണെന്നും വരുത്തി തീർക്കും. ഇതിൻ്റെ പേരാണ് ചക്കളത്തി പോരാട്ടം. സ്വയത്തിൽ ഊന്നിയ മനോഭാവങ്ങൾ, സ്വാർത്ഥതയിൽ അടിസ്ഥാനപ്പെട്ട അനുഭവങ്ങൾ, എല്ലാം എനിക്കും എൻ്റേതുമാകുന്നു, ആത്മാതിരത്തിൻ്റെ സ്വയം ശീതളച്ചായയിൽ മുഴുകുന്ന ഒരു കാലമാണ്. യെശയ്യാവ് ഈ മനോഭാവത്തെ നോക്കി വിളിക്കുകയാണ്. യെശയ്യാവ് 5, 8, 9 വാക്യങ്ങൾ, തങ്ങൾ മാത്രം മതി എന്ന മനോഭാവം പുലർത്തുന്നവർക്ക് അയ്യോ കഷ്ടം. ലൂക്കോസ് സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ, കോരസീനേ, ബത്സയിദേ, നിനക്ക് കഷ്ടം, നിന്നിൽ എത്രയോ വീര്യപ്രവൃത്തികൾ, ദൈവത്തിൻ്റെ മഹത്തരമായ കരുതൽ, ദൈവത്തിൻ്റെ ചേർത്തണയ്ക്കൽ നീ അനുഭവിച്ചിട്ടും നീ എന്താണ് നിൻ്റെ സ്വന്തം കാര്യങ്ങളിൽ സ്വയം വലിപ്പത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന സ്ഥലം, ദേശങ്ങളൊക്കെ 10-12 ഗോത്രങ്ങളിലായിട്ട് ഇങ്ങനെ വിഭജിച്ച് കൊടുത്തതാണ്. എല്ലാവർക്കും ആവശ്യത്തിന് വീടും വയലുമൊക്കെ ഉണ്ട്. വീടുള്ളവർ പിന്നെയും വീടോട് വീട് കൂട്ടിച്ചേർക്കുന്നു, വയലുള്ളവർ പിന്നെയും വയലോട് വയൽ കൂട്ടിച്ചേർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീടോ അല്പം വയലോ ഉള്ള ആളുകളെ ചൂഷണം ചെയ്ത്, അവരെ ഇല്ലായ്മ ചെയ്ത്,
എല്ലാം തങ്ങൾക്ക് സ്വന്തമാക്കണം, എല്ലാം തങ്ങളുടെ പരിധിയിൽ വരുത്തണം എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തെ യെശയ്യാവ് വിമർശിക്കുകയാണ്. വലിയതും നല്ലതുമായ പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും. ഈ വീടുകളുടെ സ്ഥാനത്ത് ചില വാക്കുകളൂടെ നമ്മൾ ചേർത്ത് വയ്ക്കണം. വലിയതും നല്ലതുമായ പല പള്ളികളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും. വലിയതും നല്ലതുമായ പല കൂട്ടായ്മകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും. വലിയതും നല്ലതുമായ പല കുടുംബങ്ങളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും. ചക്ക് എന്നൊരു ചെറിയ വാക്കിലൂടെ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. യെശയ്യാവ് നമ്മോട് നിരന്തരം സംസാരിക്കുകയാണ് ചെറിയ വാക്കുകളിലൂടെ. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളാൻ ഇടയാകരുത്. ലക്ഷ്യം പിഴയ്ക്കാതെ ദൈവത്തിൻ്റെ പാതയിൽ തന്നെ നിലയുറപ്പിക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് കാതോർക്കാൻ, ദൈവമേ അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഉപമയുടെ ഒന്നാം സന്ദേശം. 2, ചക്കളത്തി പോരാട്ടങ്ങൾ അവസാനിക്കുക തന്നെ വേണം. ചക്കളത്തി പോരാട്ടങ്ങൾ, മത്സര മനോഭാവങ്ങൾ, മറ്റുള്ളവരെ പരിഗണിക്കാത്ത സ്വാർത്ഥതകൾ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലുമൊക്കെ അകന്നു പോയെങ്കിൽ, ആരെങ്കിലുമൊക്കെ ദൂരെയായി പോയെങ്കിൽ അനുദപിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ മുന്തിരി തോട്ടത്തിൻ്റെ ഉപമ. മറ്റുള്ളവരെയും പരിഗണിക്കുന്ന, ചേർത്ത് നിർത്തുന്ന മനോഹാരിതയിലാണ് നല്ല മുന്തിരിങ്ങ വിളയുക, നല്ല ഫലം വിളയുക. ഷെയർ യുവർ റിസോഴ്സസ്, ഷെയർ യുവർ റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ വീടുകളിലും കാട്ടുമുന്തിരികൾ വിളയും. അങ്ങനെ മനോഭാവത്തിന് വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ നമ്മുടെ പള്ളികളിലും കാട്ടുമുന്തിരികൾ വിളയും, നമ്മുടെ പരിസരങ്ങളിലും കാട്ടുമുന്തിരികൾ വിളയുക തന്നെ ചെയ്യും. ഇന്നത്തെ മനോരമ പത്രം, ഈ ഞായറാഴ്ച ദിവസത്തെ മനോരമ പത്രത്തിൻ്റെ ഒരു കോളത്തിൻ്റെ പേരാണ് ഉബണ്ടു വെറും ഉബണ്ടുവല്ല. ഉബണ്ടു വെറും ഉബണ്ടുവല്ല. ഈ ഉബണ്ടു എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, അതൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബണ്ടു. ആഫ്രിക്കൻ തത്വചിന്തയുടെ ഒരു ആണിക്കല്ലാണ് ഈ വാക്ക്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? കരുണാർദ്രമായ ജീവിതത്തെ രൂപപ്പെടുത്തുക, സഹജീവി വിചാരമുണ്ടാവുക, പരസ്പരം സഹായിക്കുക, മറ്റുള്ളവരെ പരിഗണിക്കുക, മറ്റുള്ളവരെ പരിചരിക്കുക, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ഭക്ഷണം പങ്കിടുക, സമയം പങ്കിടുക, ഒപ്പം നടക്കുക. ഇങ്ങനെ പടരുന്ന ചങ്ങാത്തത്തിൻ്റെ പേരാണ് ഉബണ്ടു. ആരും ആരെയും വിധിക്കുന്നില്ല. നെൽസൺ മണ്ടേല ദീർഘകാലം ജയിലിലായിരുന്നു, നമുക്കറിയാം ചരിത്രം. ആ ദീർഘകാലത്തെ ജയിൽവാസത്തിനു ശേഷം മടങ്ങിയെത്തി ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുമ്പോൾ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ തൻ്റെ ഏകാന്ത തടവുകാലത്ത് ജയിലർമാരായി ജയിലിൽ ജോലിക്കാരായി ജീവിച്ച ആളുകളെയും കൂടി നെൽസൺ മണ്ടേല തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി ക്ഷണിച്ചിരുന്നു. കണ്ണുകൊണ്ട് കാണാത്ത ചരടുകൾ കൊണ്ട് പരസ്പരം ചേർന്നിരിക്കാൻ ഉബണ്ടു വെറും ഉബണ്ടുവല്ല. 1-ാം സങ്കീർത്തനം പറയുന്നത് നട്ടിരിക്കുന്നത് ആറ്റിരികത്താണ്. വാടാത്ത ഇലയും തക്ക കാലത്ത് ഫലവും അണിയുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നിയോഗം. ഫലമുള്ള മുന്തിരികൾ വിളയട്ടെ. ആമേൻ.